സല്യൂട്ട് സുഹൃത്തുക്കളെ. എറണാകുളം CBI ഞാൻ ജോലി ചെയ്തിരുന്നപ്പോൾ സംസ്ഥാന പോലീസിൽ പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും സമയവും എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സമയം വെറുതെ കിട്ടുമ്പോൾ എനിക്കത് ഒരു വല്ലാത്ത കുറ്റബോധമാണ്. വെറുതെ സമയം കളയുന്നു എന്നുള്ളൊരു കുറ്റബോധം തോന്നാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ആദ്യമായിട്ട് മനസ്സിൽ കൂടെ പോയത് ഒരു ഉപരിപഠനമാണ്. അപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് ഇനി ഉപരിപഠനം എന്ന് പറയുന്നത് ഒരു റിസർച്ച്, ഗവേഷണം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അറിവനുസരിച്ച് നമ്മൾ പഠിച്ച വിഷയത്തെക്കുറിച്ചാണ് റിസർച്ച് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റികൾ അനുവദിക്കാറ്. അപ്പോൾ എൻ്റെ അടിസ്ഥാന വിഷയം ഇംഗ്ലീഷ് സാഹിത്യമായതുകൊണ്ട് എനിക്ക് ഗവേഷണം ചെയ്യണം എന്നുണ്ടെങ്കിൽ, PhD എടുക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ തന്നെ ചെയ്യാനേ കേരള യൂണിവേഴ്സിറ്റിയോ കേരളത്തിലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളോ സമ്മതിക്കാറുള്ളൂ. വടക്കേ ഇന്ത്യൻ ചില യൂണിവേഴ്സിറ്റികൾ നമ്മുടെ ഏത് വിഷയമാണെങ്കിലും മറ്റ് വിഷയങ്ങളിൽ റിസർച്ച് ചെയ്യാൻ പ്രത്യേക സാഹചര്യങ്ങൾ അനുവദിക്കാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങോട്ടൊന്നും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോയില്ല. എറണാകുളത്താണ് ജോലി ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കുസാറ്റിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഇംഗ്ലീഷിന് ഒരു റിസർച്ച് ചെയ്യാൻ ഉള്ള സാധ്യതയുണ്ട്. വളരെ നല്ല ഒരു ലേഡിയുണ്ട്, പ്രൊഫസറാണ്, ഗൈഡായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമാണ് എന്ന് പറഞ്ഞു. ഒരു എൻട്രൻസ് പരീക്ഷയുണ്ട്, അത് എഴുതണം, അത് എളുപ്പം പാസ്സാവും, കുഴപ്പമില്ല, അത് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. സാഹിത്യത്തിൽ പോലീസിനെ കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരുപാട് പോലീസ് വിഷയങ്ങളുണ്ടല്ലോ. എൻ്റെ ഗൈഡുമായിട്ട് സംസാരിച്ചപ്പോൾ മറ്റൊരു ആശയം തോന്നിയത് അവർ റഷ്യൻ ലിറ്ററേച്ചർ കൂടെ ചെയ്തിട്ടുള്ളതാണ്. റഷ്യൻ ലിറ്ററേച്ചറിലാണ് കുറച്ചും കൂടെ പോലീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അതായത് ക്രൈം ആൻഡ് പണിഷ്മെൻറ്റ്, ഒരുപാട് റഷ്യൻ ടോൾസ്റ്റോയിയുടെയൊക്കെ ഒരുപാട് നോവലുകളുണ്ടല്ലോ. അപ്പോൾ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രൈം, അതിനെക്കുറിച്ചൊന്ന് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ ആലോചിച്ച് നോക്കിയിട്ടും എനിക്കങ്ങോട്ട് പൂർണ്ണമായിട്ടൊരു തൃപ്തി കിട്ടുന്നില്ലായിരുന്നു. അതായത് ഒരു റിസർച്ച് അല്ലെങ്കിൽ എൻ്റെ പേരിൻ്റെ കൂടെ ഒരു ഡോക്ടർ എന്ന് മാത്രം വെച്ചാൽ അതിൻ്റെ ഗുണം എനിക്കേ ഉള്ളൂ. അമ്മ പറഞ്ഞിട്ടുണ്ട് എൻ്റെ 4 മക്കളും ഡോക്ടറാവും എന്ന് പണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്ന്. അച്ഛൻ മരിക്കുമ്പോൾ അനിയൻ 5 വയസ്സേ ഉള്ളൂ എങ്കിലും അച്ഛന് ഞങ്ങളെയൊക്കെ ഡോക്ടേഴ്സ് ആക്കണം എന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഞാൻ മാത്രമാണ് ഡോക്ടർ ആവാതെ പോയത്. അപ്പോൾ ഞാൻ അമ്മയെ സമാധാനിപ്പിക്കും, സാരമില്ല അമ്മ, ഞാൻ എപ്പോഴെങ്കിലും PhD എടുത്ത് ഡോക്ടർ ആയിക്കോളാം. മറ്റുള്ളവരെല്ലാവരും ഡോക്ടർ MBBS പഠിച്ച് ഡോക്ടർ ആകുമ്പോൾ യൂണിവേഴ്സിറ്റി തരുന്ന PhD എടുത്തിട്ട് ഞാൻ ഡോക്ടർ ആവാം എന്ന് അമ്മയോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് PhD ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ എന്നുള്ളൊരു പേര്, ഒരു പദവി എൻ്റെ പേരിൻ്റെ മുമ്പിൽ വെക്കാം എന്നുള്ളത് കവിഞ്ഞ് ആർക്കാണ് അതുകൊണ്ട് വലിയ ഗുണം? അതുകൊണ്ട് അത് ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് മറ്റൊരു ഓപ്ഷനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് നിരവധി ഉണ്ടായിരുന്നു. ലോ പഠിക്കായിരുന്നു. നിയമം എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മളൊരു കേസ് എടുക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴും ഒക്കെ നിയമത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ നിയമം പഠിക്കാനായിട്ട് എനിക്കൊരു നല്ല അവസരം ലഭിച്ചത് ഞാൻ വേണ്ടാന്ന് വെക്കുകയായിരുന്നു മുൻപ്. AIG ആയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ലോ അക്കാഡമിയുടെ ഡയറക്ടർ ഒരു ദിവസം എന്നെ കാണാൻ വന്നപ്പോൾ പറഞ്ഞു, ഈവനിങ് ക്ലാസ്സിൽ ചേർന്ന് പഠിച്ചുകൂടെ, ഞാനൊരു സീറ്റൊക്കെ തരാം, ലോ പഠിച്ചാൽ നല്ലതല്ലേ, LLB LLM ഒക്കെ അങ്ങനെ പഠിച്ചാൽ ഭാവിയിൽ റിട്ടയർ ചെയ്താൽ പ്രാക്ടീസ് ചെയ്യാമല്ലോ വക്കീലായിട്ട്, ഒരു പ്രൊഫഷണൽ ഡിഗ്രി മുതൽക്കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടും അന്നെന്തോ എനിക്ക് ലോ പഠിക്കാനായിട്ട് ഒരു താല്പര്യം തോന്നിയില്ല. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് നിയമം എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിൽ കവിഞ്ഞ ഒരു കാര്യമാണ്. ന്യായം, നീതി, അങ്ങനെയുള്ള കുറേ നമ്മുടെ മനസാക്ഷിക്കനുസരിച്ചിട്ടുള്ള നീതിബോധം, പ്രകൃതി നിയമങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങളുള്ളത് കൊണ്ട് ഒരുപാട് അങ്ങോട്ട് നിയമം പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തഴയപ്പെടുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത ഉള്ളത് കൊണ്ട് ഞാനത് നിയമം പഠനം വേണ്ട എന്ന് വെച്ച ഒരു സമയമുണ്ടായിരുന്നു. ക്രിമിനോളജി അല്ലെങ്കിൽ ഫോറൻസിക് സയൻസ്, പോലീസ് സയൻസുകൾ, പോലീസും ക്രിമിനോളജിയും ക്രിമിനൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട്. പക്ഷെ ഒന്നും കേരളത്തിലില്ല, എല്ലാം പുറത്താണ്. ഒരുപാട് IAS IPS ഉദ്യോഗസ്ഥർ വിദേശ യൂണിവേഴ്സിറ്റികളിൽ പോയി ഇതുപോലെയുള്ള ഡിഗ്രികൾ എടുക്കാറുണ്ട്. 5 വർഷത്തെ അവധി കിട്ടും, ശമ്പളത്തോടു കൂടിയുള്ള പഠന അവധിയാണ്. അത് എടുത്തുകൊണ്ട് പോയി PhD ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയുള്ള പഠിത്തം കൊണ്ട് വീണ്ടും എനിക്ക് വ്യക്തിപരമായിട്ട് ഗുണം കിട്ടിയേക്കാം. പക്ഷെ എന്നാലും എൻ്റെ ജോലിക്ക് അതുകൊണ്ട് എന്തായിരിക്കും ഗുണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് എന്തായിരിക്കും ഗുണം, വകുപ്പിന് എന്തായിരിക്കും ഗുണം എന്നൊക്കെ ചിന്തിച്ചപ്പോൾ അങ്ങനെ അതും പഠിക്കാൻ തോന്നിയില്ല. അവസാനം ഞാൻ ചെന്ന് നിന്നത് MBA എന്നുള്ള ഒരു വിഷയത്തിലായിരുന്നു. മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ
ഒരു ബൃഹത്തായ പഠനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ബിസിനസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ബിസിനസ് മാത്രമല്ല, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജ്മെൻറ്റും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ പോലീസ് വകുപ്പ് ഞാൻ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് കാശുണ്ടാക്കാനുള്ള ബിസിനസ്സല്ല, പക്ഷേ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് കണക്കാക്കിക്കൊണ്ട് അതെങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യാം എന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ MBA പഠിച്ചു കഴിഞ്ഞാൽ പോലീസിലുള്ള വിഭവങ്ങൾ, പോലീസിലുള്ള വിവിധ തരത്തിലുള്ള സാധനങ്ങൾ, അതായത് ആയുധങ്ങൾ, കാശ്, പോലീസിൻ്റെ വാഹനങ്ങൾ, മനുഷ്യവിഭവം, ഏറ്റവും കൂടുതൽ മനുഷ്യർ ഉള്ള ഒരു വകുപ്പാണ് പോലീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കേരള സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥരുള്ള ഒരു വകുപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. 1,00,000-ൽ കൂടുതൽ പേരാണ് കേരള പോലീസിൽ ജോലി ചെയ്യുന്നവർ. അത് വേറെ ഒരു വകുപ്പിലും ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് തരുന്ന ഒരു ബഡ്ജറ്ററി വിഹിതം തരുന്ന ഒരു വകുപ്പുമാണ് പോലീസ്. വലിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് എന്ന് പറയുന്നത്. അപ്പോൾ പോലീസ് വകുപ്പ് വെറുതെ അങ്ങ് നടത്തിക്കൊണ്ട് പോകാം, അല്ലെങ്കിൽ കുറച്ചും കൂടെ കാര്യക്ഷമമായി മികച്ച രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ MBA എടുക്കാം എന്ന് തീരുമാനിച്ചത്. ഫൈനാൻസ് ഉണ്ട്, ഇൻ്റർനാഷണൽ റിലേഷൻസ് ഉണ്ട്, മാർക്കറ്റിംഗ് ഉണ്ട്, അങ്ങനെ പല സ്ട്രാറ്റജീസും. ഒരു വിഷയം എടുത്തു വെച്ച് അതിൽ സ്പെഷ്യലൈസ് ചെയ്താണ് MBA എടുക്കേണ്ടത്. അപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. അതായത് മനുഷ്യ വിഭവം എങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ MBA തിരഞ്ഞെടുത്തത്. എവിടെ ചെയ്യും എന്ന് നോക്കിയപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ MBA ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്, രാജഗിരിയിലുണ്ട്, അങ്ങനെ പലയിടത്തും ഉണ്ടെന്ന് നോക്കി. അവിടെയൊക്കെ പക്ഷേ പോയി നമ്മൾ നിന്ന് പഠിക്കണം, അവിടെയൊന്നും പാർട്ട് ടൈം ഇല്ല. അപ്പോഴാണ് ഈ IGNOU എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കുന്നതും അതനുസരിച്ച് അതിൻ്റെ ഒരു പ്രിലിമിനറി പരീക്ഷ എഴുതി IGNOUയുടെ ഒരു പാർട്ട് ടൈം MBA കോഴ്സിൽ ഞാൻ ചേർന്നു. വളരെ എളുപ്പമായിരിക്കുമെന്ന് വിചാരിച്ചു, പക്ഷെ നല്ല ടഫായിരുന്നു. ഭയങ്കര നല്ല റീഡിംഗ് മെറ്റീരിയൽസാണ് IGNOUവിൻ്റെ തന്നിരുന്നത്. സേക്രഡ് ഹാർട്ട് കോളേജ് കൊച്ചിയിലായിരുന്നു എൻ്റെ സ്റ്റഡി സെൻറ്റർ. അപ്പോൾ എല്ലാ ശനിയാഴ്ചയും അവരവിടെ ക്ലാസ് നടത്തും. ആ ക്ലാസ്സിൽ ഞാൻ പോയി സംബന്ധിച്ച് കുറച്ചൊക്കെ പഠിക്കണം, അങ്ങനെ എത്രയോ മിനിമം നമ്പർ ഓഫ് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം എന്നുണ്ട്. അങ്ങനെ റെഗുലറായിട്ട് ആദ്യമൊക്കെ ഞാൻ ക്ലാസ്സിൽ പോകുമായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് വലിയ കാര്യമില്ല എന്ന്. കാരണം ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നതും പറഞ്ഞു തരുന്നതും ഒന്നും ഒരു ബന്ധവുമില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോൾ IGNOUവിൽ നിന്ന് തരുന്ന മെറ്റീരിയൽസ് വളരെ മെച്ചപ്പെട്ട മെറ്റീരിയൽസ് ആയിരുന്നു. അന്ന് IGNOUയുടെ ഒരു ഓഫീസ് കേരളത്തിൽ ഒരേ ഒരെണ്ണം ഉണ്ടായിരുന്നത് കൊച്ചിയിലായിരുന്നു. ഒരു ചെറിയ വാടക കെട്ടിടമായിരുന്നു. പിന്നീടാണ് കലൂരിലുള്ള സ്വന്തമായ ഓഫീസിലേക്ക് അവർ മാറിയത്. അതിൻ്റെ രസം എന്ന് പറഞ്ഞാൽ കണക്ക് ഒട്ടും അറിഞ്ഞുകൂടാത്ത എന്നെ കണക്കിന് സഹായിക്കാൻ എൻ്റെ ഭർത്താവ് തുനിഞ്ഞു വന്നു. കുറേ കണക്കിൻ്റെ കാര്യങ്ങൾ ഞാൻ കിടന്ന് സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഹസ്ബൻഡ് വന്ന് സഹായിക്കുമായിരുന്നു. അദ്ദേഹത്തിന് കണക്ക് വലിയ ഇഷ്ടമാണ്. ഡോക്ടറാണെങ്കിലും ചെറുപ്പകാലം തൊട്ട് കണക്കിൽ ഭയങ്കര താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്നെ കണക്ക്, സ്റ്റാറ്റിസ്റ്റിക്സ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് എൻ്റെ ഹസ്ബൻഡായിരുന്നു. അപ്പോൾ അദ്ദേഹം എപ്പോഴും പറയുകയും ലേഖയുടെ MBAയുടെ പകുതി 50% എനിക്ക് അർഹതപ്പെട്ടതാണ് എന്ന്. ഫൈനാൻസ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടില്ലാതെ മാനേജ് ചെയ്യാൻ പറ്റി. പക്ഷേ തിയറീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. പല സ്റ്റഡീസ്, പല റിസർച്ച് പേപ്പേഴ്സ്, പല പുസ്തകങ്ങൾ, അതുപോലെ ഓരോ സെമിസ്റ്റർ കഴിയുമ്പോഴും നമ്മൾ ചെയ്യുന്ന ഓരോ ടോപ്പിക്ക് ചെയ്ത് അത് പ്രസൻറ്റേഷൻ നടത്തി അത് പേപ്പർ സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ബേസിസിലാണ് നമ്മുടെ മാർക്ക് തരിക. കൂടാതെ പരീക്ഷകളും ഉണ്ട്. പക്ഷേ ഓരോ സ്റ്റഡി നടത്തുമ്പോഴും ഞാൻ പോലീസുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ് നടത്തിയത്. ഉദാഹരണത്തിന് ലീഡർഷിപ്പിനെ പറ്റിയാണെങ്കിൽ പോലീസിൻ്റെ ലീഡർഷിപ്പ് എങ്ങനെയാണ്, അതിൻ്റെ അപാകതകൾ എന്തൊക്കെയാണ്, എങ്ങനെ മെച്ചപ്പെടുത്താം, ഏതൊക്കെ നല്ല രീതി കൊണ്ടുവരാൻ പറ്റും, ഏതൊക്കെ പ്രാക്ടീസസ് ഷെയർ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് പോലീസ് ലീഡർഷിപ്പ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്നതിനെക്കുറിച്ചൊരു പഠനം നടത്തി അതിനെക്കുറിച്ചാണ് ഞാൻ പേപ്പർ എഴുതിയിരുന്നത്. അതുപോലെ ഫൈനാൻസസ് വരുമ്പോൾ, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുമ്പോൾ ഞാൻ പോലീസിൻ്റെ ബഡ്ജറ്റുമായിട്ട് കമ്പയർ ചെയ്ത് പോലീസിൽ എങ്ങനെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് മെച്ചപ്പെടുത്താൻ പറ്റും, എങ്ങനെയാണ് അതുകൊണ്ട് പൊതുജനത്തിന് ഗുണം, എങ്ങനെയാണ് വിഭവം കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത്. റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുകൊണ്ടൊരു ടോപ്പിക്കുണ്ട്. അപ്പോൾ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പലതരത്തിലുള്ള വിഭവങ്ങൾ, അതെങ്ങനെ നന്നായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഞാൻ പോലീസിനെ തന്നെ ബേസ് ചെയ്താണ് സ്റ്റഡി നടത്തിയിരുന്നത്. അങ്ങനെ ഓരോ പേപ്പർ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ സ്റ്റഡി നടത്തുമ്പോഴും ഞാൻ
പോലീസിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ വെച്ച് പഠിച്ച് ചെയ്ത് വന്നതുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണെങ്കിലും മനുഷ്യ വിഭവം എങ്ങനെ പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അതിനെ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിൻ്റെ ട്രെയിനിങ് എങ്ങനെ നന്നാക്കിയെടുക്കാൻ സാധിക്കും, ഇൻ സർവീസ് ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവരുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, എല്ലാം ഞാൻ പോലീസിനെ കേന്ദ്രീകരിച്ചാണ് ചെയ്തത്. ഒരു 4 വർഷത്തിന് ശേഷം ഞാൻ ഡൽഹിയിൽ പോയി കഴിഞ്ഞിട്ട് വീണ്ടും ഡൽഹി CBI വർക്ക് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് DIG ആയിട്ട് വർക്ക് ചെയ്ത് പിന്നെ എറണാകുളം DIG ആയ ശേഷമാണ് എനിക്ക് MBA കിട്ടുന്നത്. 5 ഫസ്റ്റ് ക്ലാസ്സോട് കൂടിയിട്ടാണ് എനിക്ക് MBA കിട്ടിയത്. പഠിച്ച പല കാര്യങ്ങളും എനിക്ക് പിന്നീട് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്നും ഭാവിയിൽ എപ്പോഴെങ്കിലും DGP ആയിട്ട് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ആക്കി മാറ്റാൻ എനിക്ക് സാധിക്കും, കേരള പോലീസിനെ ആ ഒരു നിലയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം വളരെ ദൃഢമായിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു. എനിക്ക് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിരുന്നു. ഞാൻ എപ്പോഴും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവമാണ്. BP കുറച്ച് കൂടുതലായിരുന്നോ എന്ന് എനിക്കറിയില്ല, കുറച്ച് കൂടുതലാണ്. പക്ഷെ എന്നാലും ഈ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, ചിലപ്പോൾ കൂടും ചിലപ്പം നോർമലാവും, അങ്ങനെയാണ്. അപ്പം പെട്ടെന്ന് എനിക്ക് ഒരു ജോലി ചെയ്യണം എന്ന് ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ടൊരു ജോലി ഏൽപ്പിച്ച് തന്നാൽ അത് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ അടിക്കും. താഴോട്ടുള്ള ഏൽപ്പിച്ചു കൊടുത്ത ആൾക്കാർ ആ ജോലി ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ എടുത്ത് തലയിൽ വെക്കും, എന്നിട്ട് ഞാൻ തന്നെ അത് ചെയ്ത് തീർക്കും. അപ്പോൾ അത് എൻ്റെ ഒരു വലിയ ഒരു ജോലിയിലുള്ളൊരു വലിയ കുഴപ്പമായിരുന്നു. അത് ഞാൻ മറ്റുള്ളവരെ ആരെയും വിശ്വസിക്കാത്തതുപോലെ എല്ലാ ജോലിയും ഞാൻ തന്നെ ചെയ്ത് തീർക്കുന്ന പോലെ ഒരു പ്രവണത എനിക്കുണ്ടായിരുന്നു MBA പഠിക്കുന്നതിന് മുമ്പ്. അത് MBA പഠിച്ചതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ സമാധാനത്തോടു കൂടി സമയം എടുത്തോട്ടെ, അവർ തന്നെ ചെയ്യട്ടെ, ചെയ്താലല്ലേ പഠിക്കുകയുള്ളൂ എന്ന് വിചാരിച്ച താഴോട്ടുള്ള ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ള ഒരു ക്ഷമ കാണിച്ചു തുടങ്ങി. പിന്നെ രണ്ടാമത്തെ വലിയ കാര്യം എന്ന് പറയുന്നത് പോലീസായി എന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരം, ഒരു ചെറിയ ഈഗോ അതെനിക്ക് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉണ്ട്, അതുപോലെ എനിക്കും ഉണ്ടായിരുന്നു. MBA പഠിച്ചതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചും കൂടെ ഒരു മാനുഷികമായിട്ടുള്ളൊരു പോലീസായത് എന്ന് തോന്നുന്നു. പണ്ടേ മറ്റ് പോലീസ് ഓഫീസേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ടതായിരുന്നു എന്ന് ഞാൻ സ്വയം അഹങ്കരിച്ചൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അതിൻ്റെ അപാകത എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെട്ട് ഞാൻ കുറച്ചും കൂടെ ദയോടുകൂടി എൻ്റെ സഹപ്രവർത്തകരോട് എൻ്റെ മുന്നിൽ വരുന്നത് പ്യൂണാണെങ്കിലും ക്ലാർക്കാണെങ്കിലും താഴോട്ടുള്ള സ്വീപ്പർ ആണെങ്കിൽ പോലും ഞാൻ എൻ്റെ മുന്നിൽ ഇരുത്തിയേ സംസാരിച്ചിട്ടുള്ളൂ. ഇരിക്കൂ എന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് അവരെ സമാധാനിപ്പിച്ച് അവരോട് ചെറിയ 2-3 കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ ശേഷമാണ് അവരുടെ പ്രശ്നം പറയാനായിട്ട് അനുവദിക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വളരെയധികം ഒരു മാനസികമായിട്ടൊരു സപ്പോർട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പൊതുജനങ്ങൾ വരുമ്പോഴും പെട്ടെന്ന് സംസാരിച്ചിട്ട് എനിക്ക് സമയമില്ല, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞിട്ട് എന്ന് പറയുന്നതിനേക്കാളും എനിക്ക് സമയമുണ്ട്, നിങ്ങൾ സമയമെടുത്ത് പറഞ്ഞുകൊള്ളൂ, ചെയ്യാവുന്ന പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ പറയുന്നത് മുഴുവൻ കേൾക്കാനൊരു മനസ്സ് തോന്നിയതും എൻ്റെ MBAക്ക് പഠനത്തിന് ശേഷമായിരുന്നു. എറണാകുളം CBI എന്ന് പറയുന്ന ഒരു കുടുംബം പോലെ, ഞാൻ പറഞ്ഞല്ലോ, 1 ഏക്കർ 1.5 ഏക്കർ സ്ഥലത്ത് ക്വാർട്ടേഴ്സും ഓഫീസും ഒക്കെ ആയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, കുടുംബമായിട്ട് അറിയാം. എൻ്റെ മോനും അവിടെയുള്ള പോലീസ് CBI ഓഫീസേഴ്സിൻ്റെ മക്കളും തമ്മിൽ ഒരുപോലെ കളിച്ച് നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോഴും അവനുള്ള ഏറ്റവും നല്ല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ CBIയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഫ്രണ്ട്സാണ്. അവിടെ ഞാൻ ഒരു റിക്രിയേഷൻ ക്ലബ്ബ് പണ്ടുണ്ടായിരുന്നു, പക്ഷേ അത് വലിയ പ്രവർത്തനമൊന്നും ഇല്ലാതെ കിടന്നിരുന്ന ഒരു റിക്രിയേഷൻ ക്ലബ്ബ് പുനഃസ്ഥാപിച്ചെടുത്ത് അവിടെ ഞാൻ ഷട്ടിൽ, ബാഡ്മിൻ്റൺ, നെറ്റുകൾ, അതുപോലെ ബോൾസ്, ക്യാരംസ്, കളിക്കാനുള്ള ലൂഡോ, കുട്ടികൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങൾ, ബോർഡ് ഗെയിംസ്, അതുപോലെയുള്ള പലതും വാങ്ങി വെക്കുകയും ഒരു റിക്രിയേഷൻ മുറിയായിട്ട് ഉണ്ടാക്കുകയും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട്, ഓണമാണെങ്കിൽ ക്രിസ്മസ്, വിഷു, ന്യൂ ഇയർ, അതുപോലെ ന്യൂ ഇയറിനൊക്കെ ഞങ്ങൾ ശരിക്കും വലിയൊരു സെലിബ്രേഷനായിട്ടാണ് CBI അങ്കണത്തിൽ നടത്തിയിരുന്നത്. ലൈറ്റ് വിട്ട് രാത്രി വരെ 12 മണി വരെ കുട്ടികളുടെ കലാപരിപാടികൾ, ഡാൻസ്, പാട്ട് ഒക്കെ ആയിട്ട്. അതുപോലെ ലേഡീസ് ക്ലബ്ബ് തുടങ്ങി എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യും. CBI സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് 5 ദിവസമേ വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം എല്ലാവരും ഫ്രീ ആണല്ലോ. അതുകൊണ്ട് ലേഡീസ് ക്ലബിൻ്റെ മീറ്റിംഗ് ഞാനും കൂടെ പോയി അവരുടെ കൂടെ ഇരുന്ന് വനിതകളുടെ വൈഫ്സിൻ്റെ കൂടെ ഇരുന്നിട്ട് ഞങ്ങൾ പല കാര്യങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. എങ്ങനെയാണ് റെസിപ്പീസ്, പുതിയ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഷെയർ ചെയ്യും, റെസിപ്പീസ് ഷെയർ ചെയ്യും. അതുപോലെ എംബ്രോയ്ഡറി, ഹാൻഡിക്രാഫ്റ്റ്സ്, പല കാര്യങ്ങളുടെ വിദ്യ. ഞങ്ങൾ അന്താക്ഷരി കളിക്കും, പാട്ട് പാടും, ബഹളം വയ്ക്കും. പിന്നെ ഞങ്ങൾ വോട്ടിങ്ങിന് പോകുമായിരുന്നു കുട്ടികളുമായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് CBIയിൽ. അപ്പോൾ അതുകൊണ്ട്
ഓഫീസേഴ്സിന് ഭയങ്കര സന്തോഷമായിരുന്നു. എപ്പോഴും അവർക്ക് ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ മേക്സ് ജാക്ക് എ ഡൾ ബോയ് എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ എപ്പോഴും ജോലിയല്ല, അവർക്ക് കുടുംബവുമായിട്ട് നോക്കാനും സന്തോഷിക്കാനും അവസരം ഇഷ്ടംപോലെ കിട്ടിയിരുന്നു. കളിക്കാനും ഒക്കെ ഒരുപാട് അവസരം കിട്ടിയിരുന്നു. കോമ്പറ്റീഷൻസ് നടത്തുമായിരുന്നു, ഗെയിംസ് നടത്തുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് വർക്ക് വളരെ നല്ല രീതിയിൽ CBI നടത്താൻ സാധിച്ചത്. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്ന MBA പഠനവും ഇതുമായിട്ട് വളരെ ഇഴുകിച്ചേർന്ന് കിടക്കുന്നത് കൊണ്ടായിരിക്കും പിന്നീട് പോയ പല സ്ഥലങ്ങളിലും ഞാൻ ഇതുപോലെ വെൽഫെയർ ആക്ടിവിറ്റീസിന് ഒരുപാട് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സസ്നേഹം, ശ്രീലേഖ.